ജൂലൈ 27 ഓറഞ്ച് അലേർട്ട് മാത്രം നിലനിന്ന ഒരു രാത്രി. എല്ലാവരും അവനവൻ്റെ ദിനകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് 1 മണിക്ക് ആരെയും നടുക്കുന്ന ശബ്ദത്തോടെ ഉരുൾപൊട്ടലിൻ്റെ ആദ്യ ധ്വനി ഉണ്ടാകുന്നത്. അതോടെ തന്നെ അത് കേട്ടവർ വീട് വിട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അധികം താമസിയാതെ രണ്ടാമത്തെ അലർച്ച, ഉരുൾപൊട്ടലിൻ്റെ രണ്ടാമത്തെ, അതായത് വലിയ ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള ഒച്ചയും അതോടനുബന്ധിച്ച് പ്രകാശവും, പ്രകാശധൂളികൾ എന്ന് പറയുന്നതാകും ശരി, കണ്ട് മനുഷ്യർ അവനവൻ്റെ ജീവനും എടുത്തുകൊണ്ട് വീട് വിട്ട് ഓടുന്നു. അങ്ങനെ ഓടിയവർ തന്നെ വെള്ളത്തിൽപ്പെട്ടു മരിക്കുന്നു. അപ്പോഴേക്കും ആ വെള്ളം മറികടക്കാൻ വേണ്ടി മലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടിയവർ കുറച്ചുപേർ രക്ഷപ്പെടുന്നു. ബാക്കിയുള്ളവരെല്ലാം ആ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോകുന്നു. എന്താണ് ആ രാത്രിയിൽ 1 മണിക്ക് ശേഷം വെളുക്കുന്നതിന് മുൻപ് സംഭവിച്ചത്? അതായത് 3 വാർഡുകൾ, മേപ്പാടി പഞ്ചായത്തിൻ്റെ 3 വാർഡുകളാണ് തുടച്ചു മാറ്റപ്പെട്ടത്. ഈ 3 വാർഡുകളിൽ നിന്ന് മരിച്ചവരുടെ സംഖ്യ 400, 500, 500-ലധികമോ എത്രയെങ്കിലും ആകട്ടെ. പല കണക്കുകൾ ഇപ്പോഴും, സർക്കാരിൻ്റെ കണക്കൊന്ന്, മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരെല്ലാം പറയുന്ന കണക്കൊന്ന്. അതിനെല്ലാത്തിനും ഉപരി എൻ്റെ ഇന്നവർ മരിച്ചുപോയി എന്ന് പറയാൻ ആരെയും അവശേഷിപ്പിക്കാതെ കടന്നുപോയ ഒരു പിടി കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ കണക്ക് ഇപ്പോൾ ഈശ്വരന് മാത്രമാണ് അറിയാവുന്നത്. എല്ലാം തേടിപ്പിടിച്ച് അവസാനം കുറെ കഴിയുമ്പോഴേക്ക് പഞ്ചായത്തിന് തന്നെ മനസ്സിലാകും ആരൊക്കെ നഷ്ടപ്പെട്ടു, എത്ര പേർ കൃത്യമായി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം. ഇപ്പോൾ പറയുന്ന കണക്കുകളിലൊക്കെ തന്നെ മാറ്റമുണ്ടായേക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ 5000-ഓളം പേരെ പുനരധിവസിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. മാത്രവുമല്ല, തുടച്ചു നീക്കപ്പെട്ട 3 ഗ്രാമങ്ങൾ, ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധമാണ് അവ തുടച്ചു മാറ്റപ്പെട്ടത്. അവിടെ നിന്ന് ദുരന്തം തട്ടിക്കൊണ്ടുപോയ മനുഷ്യർ, അവരിൽ ബാക്കിയാക്കിയവർ ഒക്കെ തന്നെ അവിടേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. അതേ സമയത്ത് അവർക്ക് എവിടെയെങ്കിലും ഒത്തൊരുമയോടെ പണ്ട് കഴിഞ്ഞതുപോലെയുള്ള പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും കഴിയണം എന്ന മോഹമുണ്ട്. കാരണം അവിടുത്തെ മനുഷ്യർ ഒരു തരത്തിലും നാഗരികതയ്ക്ക് അടിപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരസ്പര വിദ്വേഷവും ചളിയും വാരിയെറിയുന്നവരായിരുന്നില്ല. പരസ്പരം പുണരുന്നവർ, പരസ്പരം വിശ്വസിക്കുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരായിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ ആ പഴയ കൂട്ടായ്മയുടെ ജീവിതം കെട്ടിപ്പടുത്ത് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ ദുരന്തം കേന്ദ്ര ഗവൺമെന്റ്, അതായത് അന്ന് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാർ കൃത്യമായി, 2 മന്ത്രിമാരുണ്ട്, അവരും MP-മാരും വളരെ കൃത്യമായി ഈ സംഭവത്തിന്റെ ഒരു നേർ ചിത്രം പാർലമെന്റിൽ വരച്ചു കാണിച്ചു. അത് മാത്രവുമല്ല, ആരുടെയും വായ കൊണ്ട് പറയുന്നതിനേക്കാളും വരച്ചു കാണിക്കുന്നതിനേക്കാളും ഒക്കെ നേർ ദൃശ്യം ഇപ്പോൾ കൃത്യമായിട്ട് ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും പാർലമെന്റ് മുഴുവനും ഇവിടെ സംഭവിച്ചത് എന്താണ്, ഈ ഗ്രാമങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടതിൻ്റെ ആ നഗ്ന ദൃശ്യങ്ങൾ, ആ ഭീകര രൂപം കൃത്യമായി കാണുകയും അതിനനുസരിച്ച് അവിടെ സംഭവിച്ചത് എന്ത് എന്ന വെളിപ്പെടുത്തലുകൾ MP-മാരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി, പരമോന്നത നേതാവ് എന്ന് പറയുന്നത് തീർച്ചയായും രാഷ്ട്രപതിയാണ്. ആ രാഷ്ട്രപതിയെ ഒട്ടും കുറച്ച് കാണിക്കാനില്ല ഞാനിങ്ങനെ പറഞ്ഞത്. പക്ഷേ ഭരണചക്രം തിരിക്കുന്ന പരമോന്നത നേതാവ് പ്രധാനമന്ത്രി തന്നെയാണ്. എല്ലാ തീരുമാനങ്ങളും സമയത്തെടുക്കേണ്ട ആള് പ്രധാനമന്ത്രിയും അദ്ദേഹത്തോട് ചേർന്നിട്ടുള്ള മന്ത്രിസഭയുമാണല്ലോ. ആ പ്രധാനമന്ത്രി സാധാരണ ഒരു ദുരന്തം ഉണ്ടായാൽ അവിടം സന്ദർശിക്കാൻ പോവുക വളരെ സാധാരണമല്ല. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നേരിട്ട്
ഇവിടെ കേരളത്തിലേക്ക് വന്ന് ഈ ദുരന്ത ഭൂമിയെ കണ്ട് എല്ലാം മനസ്സിലാക്കാനും ദുരന്ത ബാധിതരെ ആശ്വസിപ്പിക്കാനും നേരിട്ടെത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു ഗവൺമെന്റ്, ഒരു പുതിയ ഗവൺമെന്റ് ഫോം ചെയ്തു കഴിഞ്ഞാൽ, ഒരു ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ലോകസഭാ ഇലക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ വിശ്രമിക്കാമായിരുന്നു, ഇങ്ങോട്ട് വരാതിരിക്കാമായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി വളരെ സ്നേഹത്തോടുകൂടി തൻ്റെ വീട്ടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയ അതേ തരത്തിലുള്ള ഫീലിങ്ങോട് കൂടിയാണ് ഈ കേരളം, അതായത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ അതിമനോഹരമായ കേരള ഭൂമി, അതിൽ ഒരു ഭാഗമാണ് 3 ഗ്രാമങ്ങളാണ് ഒലിച്ചുപോയത്. ആ 3 ഗ്രാമങ്ങളിലെ ജീവിച്ചിരിക്കുന്ന 5000-ഓളം പേരെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്. മരിച്ചുപോയവർക്ക് വേണ്ടിയാണ് വേറെ പല കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം വലിയ മനസ്സ് കാണിച്ചുകൊണ്ട്, അതായത് ആ ദുഃഖത്തിലൊക്കെ പങ്കു ചേർന്നുകൊണ്ട്, ഈ മലയാളക്കരയിലെ ഒരു വ്യക്തിയാണ് ഈ ദുഃഖങ്ങളുടെയൊക്കെ ഈ ദുഃഖങ്ങളൊക്കെ പങ്കിടുന്ന ഒരു വ്യക്തിയാണ് എന്ന ഒരു ചിന്ത നമ്മളിലൊക്കെ സൃഷ്ടിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. 11 മണിയോടുകൂടി അദ്ദേഹം ദുരന്ത ഭൂമിയിൽ എത്തുന്നു. 11 മണിയോടുകൂടി ദുരന്ത ഭൂമിയിൽ എത്തിയ പ്രധാനമന്ത്രി 1 മണിക്കൂറോളം ആ റോഡ്, 1 കിലോമീറ്റർ നടക്കണമെങ്കിൽ 1 മണിക്കൂർ തന്നെ വേണം ആ റോഡ്. ആ തരത്തിൽ നടന്ന് മുണ്ടക്കൈ പോലെ തുടച്ചു മാറ്റപ്പെട്ട ഒരു സാംസ്കാരികത, അത് മുഴുവനും കണ്ട് നഷ്ടപ്പെട്ട സ്കൂളുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അവിടെ ഒരു റോഡ് പിന്നെ സൃഷ്ടിച്ചതാണല്ലോ, അതിൽ ഉണ്ടായിരുന്ന റോഡെല്ലാം ഒലിച്ചുപോയി ഒരു പുഴയായി തീർന്ന 3 ഗ്രാമങ്ങൾ. ആ ഗ്രാമങ്ങളിലൂടെ, അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ ഹൃദയത്തിലൂടെ നടന്ന് അദ്ദേഹം എല്ലാം കണ്ടു, ഉള്ളിൽ ഉൾക്കൊണ്ടു. അതായത് ശരിക്കു പറഞ്ഞ ആ ദുരന്തം ഉൾക്കൊള്ളുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ ദുരന്തത്തിൻ്റെ സാക്ഷിയായി അവിടെ സൃഷ്ടിക്കപ്പെട്ട ബെയിലി പാലം, ആ ബെയിലി പാലം വന്ന് കണ്ടു. ആ ബെയിലി പാലത്തിലൂടെ നടന്നു. അതിനുശേഷം അങ്ങനെയുള്ള ഏറെ സമയം അവിടെ ചെലവഴിക്കപ്പെടുകയും ഓരോ ഭൂവിഭാഗത്തെ പറ്റിയും അവിടെ സംഭവിച്ചതെന്ത്, അവിടെ ഉണ്ടായിരുന്നത് എന്തൊക്കെ, ഇത്തരം കാര്യങ്ങളെല്ലാം, അതായത് ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി മുഴുവനും മനസ്സിൽ കോറിയിടുന്നതിന് തുല്യമായ രീതിയിൽ വിശദീകരണങ്ങൾ അദ്ദേഹം കേട്ടു. അങ്ങനെ വിശദീകരണങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് അദ്ദേഹം ക്യാമ്പുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ സെൻറ് ജോസഫ് സ്കൂൾ മേപ്പാടി ക്യാമ്പിൽ 9 കുട്ടികളെയാണ് അദ്ദേഹം കണ്ടത്. 7 കുട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നവർ, 2 കുട്ടികൾ പിന്നെ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് അവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് അവിടെയും കൂടി പോകാനുള്ള സമയമില്ലായ്മ കൊണ്ട് കൊണ്ടുവന്ന്, അങ്ങനെ മേപ്പാടി സെൻറ് ജോസഫ് സ്കൂളിൽ വെച്ച് 9 കുട്ടികളെ കാണുന്നു. ഈ കുട്ടികളുടെ തന്നെ പ്രത്യേകത ഓർക്കുക. അതിൽ അതായത് ഏറ്റവും കൂടുതൽ ദുരന്തം കാണേണ്ടി വന്ന, ദുരന്തത്തിന് ഇരയാവേണ്ടി വന്ന കുട്ടികളാണ് ഈ 9 പേരും. അതിൽ 2 കുട്ടികൾ, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും, അച്ഛനമ്മമാരെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയവരാണ്. അപ്പോൾ ഇനി അങ്ങ് ജീവിതയാത്ര, ജീവിതത്തിലെ തുഴച്ചൽ, ഒറ്റയ്ക്ക് തുഴയണം എന്ന രീതിയിൽ ദുരന്തം തൂത്തെറിയപ്പെട്ട 2 കുട്ടികളാണ്. ആ കുട്ടികളെ അദ്ദേഹം കണ്ടു. അദ്ദേഹം അവരോട് സംസാരിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ തോന്നും പിതൃവാത്സല്യത്തോടെയാണ് അദ്ദേഹം ആ കുട്ടികളെ തോളിൽ കൈവച്ചും ആശ്വസിപ്പിച്ചും തലയിൽ കൈവച്ചും ഒക്കെ അവരുടെ ദുരന്തങ്ങൾ എന്തൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവർക്കത് ഹിന്ദിയിൽ അദ്ദേഹത്തോട് പറയാൻ പറ്റുന്നില്ല, അഥവാ ഇംഗ്ലീഷിലും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ കേട്ട് ചീഫ് സെക്രട്ടറി അത് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ എല്ലാം കൃത്യമായി കേട്ട് അതിൻ്റെ വ്യാപ്തി വളരെ കൃത്യമായി പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നു. ആ കുട്ടികളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പലവട്ടം അവരെ തോളത്ത് തട്ടിയും മറ്റും ആശ്വസിപ്പിച്ച്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും, നിങ്ങളുടെ ജീവിതം ഈ ഗവൺമെന്റിന്റെ കയ്യിൽ എന്ന് വെച്ചാൽ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചേർന്ന ആ ഒത്തൊരുമയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന വാഗ്ദാനം കൊടുത്ത്, അതായത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രി തന്നെ വന്ന് അവരെ കണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാഗ്ദാനം കൊടുക്കുക എന്ന് വെച്ചാൽ അത് വലിയ വാഗ്ദാനമാണ്. അത് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രത്യാശ ഒട്ടും കുറവല്ല. അത് കണ്ടു നിൽക്കുന്ന ജനത്തിന് കിട്ടുന്ന ആ
പ്രത്യാശയും ഒട്ടും കുറവല്ല. ആ ജനത്തിന് മുഴുവനും അത്തരം ഗവൺമെന്റുകളിൽ വിശ്വാസ്യത വർദ്ധിക്കും. കാരണം ആവശ്യ നേരത്തിൽ ഉതകുന്നവരാണ് യഥാർത്ഥ കൂട്ടാളി, യഥാർത്ഥ സുഹൃത്ത്, അല്ലെങ്കിൽ യഥാർത്ഥ പിതാവെന്നോ യഥാർത്ഥ മാതാവെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിച്ച ഒരു പ്രധാനമന്ത്രിയെയാണ് ആ 9 കുട്ടികളുമായിട്ടുള്ള സംഭാഷണ മധ്യേ അവരെ കണ്ടുമുട്ടി അവരോട് വിവരങ്ങൾ തിരക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അദ്ദേഹം അവിടെ ചെലവഴിച്ച സമയം, അവിടെ ചെലവഴിക്കുമെന്ന് പറഞ്ഞിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ സമയം, ഒരു പക്ഷേ ചെലവഴിക്കുമെന്ന് പറഞ്ഞ ആകെ സമയം തന്നെ ഒരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി തന്നെ ചെലവഴിച്ചു. അങ്ങനെ 9 കുട്ടികളെയും കണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 14 ക്യാമ്പുകൾ, അതും അപ്രതീക്ഷിതമായിട്ട് തന്നെ ഈ 14 ക്യാമ്പുകളും അദ്ദേഹത്തിന് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം പറഞ്ഞിരുന്ന ടൈം ഷെഡ്യൂളൊക്കെ മുണ്ടക്കായി, ചൂരൽമല, പുഞ്ചിരി മട്ടം ഈ പ്രദേശങ്ങളിലൂടെ നടന്നും ഒക്കെ ആയിട്ട് അദ്ദേഹം അവിടെ ചെലവഴിക്കുമെന്ന് പറഞ്ഞിരുന്ന സമയം ഭൂരിഭാഗവും ചെലവഴിച്ചിരുന്നു. അതുകൊണ്ട് ഇനി ഈ ക്യാമ്പുകൾ സന്ദർശിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ സംശയത്തിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ആ ക്യാമ്പുകൾ സന്ദർശിച്ചു. ആ ക്യാമ്പുകളിലും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചു. അപ്പോൾ ആ ക്യാമ്പുകൾ സന്ദർശിച്ച് ഇങ്ങനെ ദുരന്തത്തിന്റെ ഫലമായി പലതരത്തിലുള്ള ചതവുകളും മുറിവുകളും ഒക്കെ പറ്റി കിടക്കുന്ന രോഗികൾ, അവരെ കണ്ടു, അവരോടൊക്കെ സമാധാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ കണ്ടുമുട്ടിയ ഡോക്ടർ ചാർലി, ആലപ്പുഴക്കാരനായ ഡോക്ടർ ചാർലിയോട് ചോദിക്കുന്നത്, എന്താണ് താങ്കൾക്ക് ഇവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷയുടെ മധ്യത്തിൽ തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അതായത് ഇവരെല്ലാം ആ മഹാദുരന്തത്തിന്റെ സൈക്കോളജിക്കലായിട്ട് വളരെയധികം എഫക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവർ പറയുന്നു, ഓരോരുത്തരും ആ ക്യാമ്പുകളിൽ കഴിയുന്ന ഓരോരുത്തരും പറയുന്നത്, എത്ര ഒരു ചെറിയ ഉറങ്ങാൻ കിടന്ന് വളരെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെയും ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും ഞെട്ടി ഉണരുകയാണ്. ഈ ബോംബ് പൊട്ടുന്നത് പോലെ അന്ന് പുഞ്ചിരി മട്ടത്ത് നിന്ന് കേട്ട ആ വലിയ ബോംബ് പൊട്ടുന്നത് പോലെയുള്ള ശബ്ദവും പ്രകാശരേണുക്കളും അത് കണ്ടുകൊണ്ടാണ് ചാടി എഴുന്നേൽക്കുന്നത്. പിന്നെ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ ഉറക്കം വളരെ പ്രധാനപ്പെട്ട, ഏതു മനുഷ്യനാണെങ്കിലും ഓരോ ദിവസവും ഇത്ര മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നുള്ള അതിന് അവർക്ക് പറ്റുന്നില്ല. പറ്റാതിരിക്കുന്നത് ആ സൈക്കോളജിക്കൽ ട്രോമ, അവർ എത്തിപ്പെട്ടിരിക്കുന്ന ആ ദുരവസ്ഥ, അവർ മാനസികമായി തകർന്നിരിക്കുന്നു. ആ വിഭ്രാന്തി ഇപ്പോൾ ഇത്രയും ദിവസമായി ദുരന്തം കഴിഞ്ഞിട്ട്, എന്നിട്ടും ആ വിഭ്രാന്തിയിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അത് മാത്രവുമല്ല, ആ ക്യാമ്പുകളിൽ കഴിയുന്ന ഒട്ടുമിക്ക പേരുടെയും വളരെയധികം മെമ്പേഴ്സ്, കുടുംബക്കാര്, അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സ്വന്തക്കാരെ പോലെ, കുടുംബക്കാരെ പോലെ കഴിഞ്ഞിരുന്ന അയൽവാസികൾ ഒക്കെ നഷ്ടപ്പെട്ടവരാണ്. അപ്പൊ ആ നഷ്ടങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ, വരും കാലത്ത് എങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കും എന്ന് ആലോചിക്കുമ്പോഴൊക്കെ അവരെപ്പോഴും ഒരു ട്രോമയിലാണ്. ആ ട്രോമയുടെ ഫലമായിട്ടാണ് നിരവധി ദുഃഖകരമായ ചിന്തകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഞെട്ടി ഉണരുന്നത്. അപ്പൊ അതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചെറിയ ഉറക്കം കഴിയുമ്പോഴേക്കും ഞെട്ടി ഉണരുക, പിന്നെ ഉറങ്ങാൻ കഴിയാതിരിക്കുക, അത്തരം ഒരവസ്ഥ. ഇതൊക്കെ കേട്ട് ഇവരെയൊക്കെ പ്രധാനമന്ത്രി വളരെ സ്നേഹവായ്പോടുകൂടി, അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ സമയം മുഴുവനും അദ്ദേഹത്തിന്റെ, അതായത് മുണ്ടക്കൈ ഒക്കെ വന്ന് കണ്ടപ്പോഴേ, അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങി അവിടേക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് വന്ന് അതിന്റെ വ്യാപ്തി നേരിൽ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് പിന്നെ കാണുന്ന വലിയ ഒരു വിഷാദഭാവമാണ്. ഇവിടെ നിന്ന് കളക്ടറേറ്റിലെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ആ സമയം അതിനുശേഷം അദ്ദേഹത്തിന്റെ മുഖം ആ വിഷാദഭാവം തന്നെയായിരിക്കും. കാരണം അവിടുത്തെ ആ കാഴ്ച ആരെയും അമ്പരിപ്പിക്കുന്ന, ആരുടെയും ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ്. യുദ്ധഭൂമിയിൽ പോലും കാണാത്തത്ര, യുദ്ധഭൂമിയിലാണെങ്കിൽ ശവശരീരങ്ങൾ കാണും, വീണുടഞ്ഞ കെട്ടിടങ്ങൾ കാണും, അങ്ങനെയൊക്കെ പലതും കാണുമെങ്കിൽ പോലും ഒരു പ്രദേശം മുഴുവനും അപ്രത്യക്ഷമാകുന്ന സ്ഥിതി, അത് സാധാരണ യുദ്ധഭൂമിയിൽ പോലും ഉള്ളതല്ല.
അപ്പൊ അത്തരം ഒരു ഭീതിതമായ ഒരു സിറ്റുവേഷൻ കണ്ട അദ്ദേഹം ഒരു വിഷാദഭരിതനും മൂകനുമായി മാറുന്നത് പോലെ അവരോടൊക്കെ ഈ കുട്ടികളോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം വളരെ നേർമയേറിയ ഭാഷയിൽ അതാണ് ദുഃഖം ഉരുണ്ടുകൂടിയ മുഖത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. പതുക്കെ ആ ദുഃഖം തന്നെ കഥനഭാരത്തോടു കൂടിയാണ് അവരുടെ തോളിൽ തട്ടുന്നത്. കഥനഭാരത്തോടു കൂടി തന്നെയാണ് അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുന്നത്. ഞാൻ ഇനിയും വരുമെന്നല്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ആ തടവിലും അതുപോലെ അദ്ദേഹം തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോഴും പറയുന്നത്, അർത്ഥമാക്കുന്നത്. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന 49 പേരിൽ 6 പേരെ കണ്ടു. ആ കൂട്ടത്തിലാണ് നമ്മളെല്ലാം ടി വിയിൽ കണ്ടതാണ് അരുൺ ചെളിയിൽ പൂണ്ട്, നെഞ്ചോളം ചെളിയിൽ പൂണ്ട് കിടക്കുന്ന അരുൺ. അവിടെ നിന്ന് അരുൺ കാലനക്കി. നമ്മളൊക്കെ വിചാരിച്ചു എന്താ ഇയാൾ ആ ചെളിക്കകത്തു നിന്ന് പതുക്കെ കാല് പൊക്കി വെച്ച്, തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കല്ലുകളുണ്ട്, ആ കല്ലിലേക്ക് പതുക്കെ കാലെടുത്ത് വെച്ച് ഒന്ന് കയറി വരാൻ ശ്രമിക്കാത്തത് എന്ന് പലരും ചിന്തിച്ചു കാണും. പക്ഷെ പാവം ആ അരുണിന്റെ കാല് പലയിടത്തും പൊട്ടിയും ചതഞ്ഞും ഒക്കെ ഒടിഞ്ഞും ഒക്കെ നശിച്ചിരിക്കുകയായിരുന്നു. കാല് മാത്രമല്ല, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ. അങ്ങനെ അദ്ദേഹത്തിന് അവിടുന്ന് ഒരു തരത്തിലും മുകളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ചെളിയിൽ പൂണ്ട് നിന്ന ആ അരുൺ, അദ്ദേഹത്തിന് അവസാനം സന്നദ്ധ പ്രവർത്തകർ ബെയിലി പാലം വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ പോയി ഒരു തരത്തിൽ രക്ഷപ്പെടുത്തി. അങ്ങനെ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു കൊണ്ടുവരുന്ന, ഒരു പക്ഷേ നേരെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ ഇനിയും വളരെയേറെ കഷ്ടപ്പാടുകൾ അദ്ദേഹം ചികിത്സ, അത് കഴിഞ്ഞ് ആയുർവേദ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ വേണ്ടി വന്നേക്കാം. എങ്കിലും ആ അരുണിനെയും കണ്ട് പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചു, ഒരു ജീവിതം അഷ്വർ ചെയ്തു, അവിടെ നിന്ന് മാറുന്നു. പിന്നെ അതുപോലെ ഡോക്ടർ സുഹൃതി ഒഡീഷയിൽ നിന്ന് ഭർത്താവിനൊപ്പം ടൂറിസം ആയിട്ട് വിനോദസഞ്ചാരത്തിന് വന്ന, അത് പുഞ്ചിരിമട്ടം പോലെ അതിമനോഹരമായ പ്രദേശത്ത് എത്തിപ്പെട്ട് ഈ ഉരുൾപൊട്ടലിൽ ഭർത്താവിനെ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഡോക്ടർ സുഹൃതിയുമായിട്ട് സംസാരിച്ചു. അത് അവർക്കും വലിയ ഒരാശ്വാസമായി കാണും. കാരണം ഈ തെക്കേ ഇന്ത്യയിൽ, ഈ കൊച്ചു കേരളത്തിൽ, അതിൽ തന്നെ ഏറ്റവും വടക്കുള്ള വയനാട് എന്ന ഒരു മലമ്പ്രദേശത്ത് പെട്ടുപോയ ആ സങ്കടത്തിൽ അവർ വളരെ വിഷമിച്ച്, ശരിക്കു പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് അവരെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നുക. ആ ഒരു ഫീലിംഗ് ആണ് അവരെ ഭരിച്ചിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ആ നിസ്സഹായ അവസ്ഥയിൽ അവരെ കണ്ട് അവരെയും ആശ്വസിപ്പിച്ച്, അതായത് അങ്ങനെയും ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പ്രത്യേകം അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായം എല്ലാം ഏൽക്കുകയും ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്നും അദ്ദേഹം മാറുന്നത്. അപ്പൊ അങ്ങനെ കൂടുതൽ സമയമെടുത്ത് ഈ ക്യാമ്പുകളിലും ഒക്കെ സഞ്ചരിച്ച് കണ്ട് ആശ്വസിപ്പിച്ച് അവരെയൊക്കെ അനുഗ്രഹിച്ച് മുന്നേറുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ കളക്ടറേറ്റിൽ ഒരു കളക്ടറും അതുപോലെ ചീഫ് സെക്രട്ടറിയും മന്ത്രിതല സമിതി മുഹമ്മദ് റിയാസ്, ശ്രീ മന്ത്രി കേളു, അതുപോലെ മന്ത്രി രാജൻ, ഇവരൊക്കെ ചേരുന്ന ഒരു സമിതി, ആ സമിതിയെയാണ് വയനാടിന്റെ കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സമിതിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ ചേരുന്ന, വയനാട് കളക്ടറും ഒക്കെ ചേരുന്ന ഒരു മീറ്റിംഗ് കൽപ്പറ്റയിൽ കളക്ടറേറ്റിൽ നടക്കുകയായിരുന്നു. ആ കളക്ടറേറ്റിൽ വെച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ മന്ത്രിതല സമിതിയും കളക്ടറും ചീഫ് സെക്രട്ടറി ആയിരിക്കും അതൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും, ഇപ്പോൾ ഈ കൃത്യമായി ഈ സംഭവങ്ങളെല്ലാം കണ്ട് അനുഭവിക്കുന്ന പ്രധാനമന്ത്രി, നമുക്കറിയാം കണ്ടതും കേൾക്കുന്നതും രണ്ടും രണ്ടാണ്. കേൾക്കുന്നത് പോലെയല്ല, ഇത് അദ്ദേഹം ഇവിടെ വന്ന് കണ്ടു, കൂടെ നിന്ന് അനുഭവിച്ചു, സങ്കടങ്ങൾ പങ്കിട്ട് എടുത്തു, ആ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. ആ ശ്രമത്തിന് ശേഷമാണ് അദ്ദേഹം ഈ കളക്ടറേറ്റിലെ മീറ്റിങ്ങിന് പോയിരിക്കുന്നത്. അവിടെ വെച്ച് കേരളത്തിന്റെ റിക്വയർമെന്റ്സ്, വയനാടിനെ പഴയതുപോലെ രൂപപ്പെടുത്താൻ, കെട്ടിപ്പടുക്കാൻ, ആ ജനസഞ്ചയത്തിന്റെ അവിടെ വീട് എല്ലാം നഷ്ടപ്പെട്ട് ചങ്ക് തകർന്ന് ഇരിക്കുന്ന ആ ജനതയുടെ 5000-ഓളം പേര്, അവരെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ ജീവിതത്തിന് പഴയ താളവും ചിട്ടയും ഒക്കെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ഈ റിക്വസ്റ്റ്, അതായത് നേരത്തെ തന്നെ
സംസ്ഥാന ഗവൺമെന്റ് 1200 കോടി നഷ്ടം അവിടെ വന്നതായിട്ട് പറയുന്നു. 1200 കോടി നഷ്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, 3 ഗ്രാമത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ഭൂമിക്ക് വിലയിട്ടാൽ തന്നെ എത്രയോ കോടി. കേരളത്തിലെ ഭൂവിസ്തൃതി വളരെ കുറഞ്ഞ കേരളത്തിലെ 3 ഗ്രാമങ്ങൾ, നഷ്ടപ്പെട്ടു പോയ 3 ഗ്രാമങ്ങളുടെ ഭൂമിക്ക് വിലയിട്ടാൽ തന്നെ 5000 കോടിയാണോ 10000 കോടിയാണോ വരിക? അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശം, 3 ഗ്രാമങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. ഏതായാലും 1200 കോടിയുടെ നഷ്ടമേ സംസ്ഥാന ഗവൺമെന്റ് ദൃഷ്ടിയിൽപ്പെട്ടുള്ളൂ. നല്ലത്. ആ 1200 കോടിയുടെ കൂടെ 800 കോടി കൂടെ പുനരധിവാസ പ്രക്രിയയ്ക്ക് വേണ്ടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ വേണ്ടി വരും ആ 3 ഗ്രാമങ്ങൾ പുനഃസൃഷ്ടിക്കാനായിട്ട്. എന്തായാലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്നും നാം ആവശ്യപ്പെടുന്ന 2000 കോടിയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അനുവദിക്കുമെന്നുമാണ് ഇത് അദ്ദേഹത്തിന്റെ മുഖഭാവവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തെ വിഴുങ്ങിയിരിക്കുന്ന ആ അതായത് ദുഃഖത്തിന്റെ ചീളുകൾ അദ്ദേഹത്തിന്റെ മുഖത്തും അദ്ദേഹത്തിന്റെ സംസാരത്തിലും അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലും വളരെ പ്രകടമായിരുന്നു. അത് കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുകയാണ് 2000 കോടിയിലും ഉയർന്ന ഒരു വലിയ ദുരന്ത പാക്കേജ് കേരളത്തിന് അദ്ദേഹം അനുവദിച്ചു തരും. പക്ഷെ അത് കളക്ടറേറ്റിലെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ആയിരിക്കുകയില്ല. അദ്ദേഹം കേന്ദ്രത്തിലെത്തി മന്ത്രിസഭയുമായി സംസാരിച്ച് അങ്ങനെ വേണ്ടപ്പെട്ട തരത്തില് ആ തീരുമാനം എടുക്കുമെന്നും ആ തീരുമാനം കേരളത്തിന് കരുത്തും ആശ്വാസവും പകരുമെന്നും ചൂരൽമല, മുണ്ടക്കായ്, പുഞ്ചിരിമട്ടം ഈ പ്രദേശങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെട്ട് വീണ്ടും അധിവസിപ്പിക്കാൻ വേണ്ടി കാത്തു കിടക്കുന്ന ജനതയ്ക്ക് അത് പഴയ ജീവിതത്തിലേക്കുള്ള ഒരു പാലം, ബെയിലി പാലം പോലെ അതിനേക്കാൾ സ്ട്രോങ് ആയ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പാലമായി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മാറുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്.